ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടിയുമായി അമേരിക്ക രംഗത്ത്. ഇറാനിൽ ശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. തീരദേശ റഡാർ സംവിധാനങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചാണ് അമേരിക്കയുടെ ആക്രമണം. ആക്രമണത്തിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ടുകൾ ഇല്ല. സമാധാന കരാർ പ്രാബല്യത്തിലായതിന് പിന്നാലെ ഹോർമൂസിലെ കപ്പൽ ഗതാഗതം ഉൾപ്പെടെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും വീണ്ടും ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഹോർമൂസിലൂടെ കടന്നുപോയ കപ്പലുകൾക്ക് നേരെയായിരുന്നു ആദ്യ ആക്രമണം നടന്നത്. 4 ഡ്രോണുകൾ കപ്പലുകൾ ലക്ഷ്യമാക്കി വന്നു എന്നും ഇതിൽ 3 എണ്ണവും അമേരിക്കൻ സേന പ്രതിരോധിച്ചു എന്നുമായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞത്. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ ബുദ്ധിശൂന്യമായ ലംഘനമാണ് എന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം ഇറാനിൽ നടന്നത്. ഇറാനെതിരെ അമേരിക്ക തിരിച്ചടിക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് കാണാമെന്നായിരുന്നു ആക്രമണത്തിന് തൊട്ടു മുൻപ് ട്രംപ് മാധ്യമങ്ങളോട് നൽകിയ മറുപടി. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടി എന്നാണ് US സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചിരിക്കുന്നത്. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണ് എന്നും പ്രസ്താവനയിൽ സെൻകോം അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കയെയും ഇസ്രയേലിനെയും വിമർശിച്ച ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സും രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം സുരക്ഷിത പാതയിലൂടെ മാത്രമായിരിക്കണമെന്ന് നേരത്തെ ഇറാൻ പ്രതികരിച്ചിരുന്നു. ഹോർമൂസിൽ നിയന്ത്രണം പാലിക്കാതെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം കപ്പലുടമകൾക്കും കമാൻഡർമാർക്കും മാത്രമായിരിക്കുമെന്നും ഇറാൻ വൃത്തങ്ങളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. എന്തായാലും ഒമാൻ പ്രഖ്യാപിച്ച പുതിയ കപ്പൽ പാത അംഗീകരിക്കില്ല എന്നും ഇറാനുമായി കൂടിയാലോചിക്കാതെയുള്ള നടപടിയാണ് ഇത് എന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞിരുന്നു. എന്തായാലും അമേരിക്ക തിരിച്ചടിച്ചിരിക്കുകയാണെന്ന് നിർണായകമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്.